നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുറമെ നല്ല മസാല കോട്ടിങ്ങൊക്കെ വരുന്ന ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി, പിന്നെ ഒരു മീൻ കറിയും, അതുപോലെ തന്നെ ഒരു കോവയ്ക്ക മെഴുക്ക് പുരട്ടി, പിന്നെ ഒരു ബീട്രൂട്ട് തോരൻ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കിന്നൊരു ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതാ മീനൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്യാനും കറിക്കൊക്കെ വേണ്ടിയിട്ടുള്ളതൊക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 തണ്ട് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി, ഒരു 6-7 കാശ്മീരി മുളകാണ്. അധികം എരിവില്ല, അത്യാവശ്യം നല്ല കളറുണ്ട്. അതും കൂടെ കഴുകിയതിന് ശേഷം നമുക്ക് ചേർത്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും, പിന്നെ ഒരു ടീസ്പൂണോളം പെരിഞ്ജീരകവും, ആവശ്യത്തിന് ഉപ്പും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ഒരു കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ച് ആ ഒരു പേസ്റ്റ് നമുക്ക് വരഞ്ഞ് വെച്ചിട്ടുള്ള മീനിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ചൊന്ന് പിടിപ്പിച്ചിട്ട് അരമണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. ആ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. അപ്പോൾ അത് ആ മീൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു 5-6 ചെറിയ ഉള്ളി, 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ഈ ഒരു മുളക് പൊടി നല്ല എരിവുമുണ്ട്, അതുപോലെ തന്നെ നല്ല കളറുണ്ട്. ആ ഒരു മുളക് പൊടിയും, പിന്നെ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിന് പുളിവെള്ളം എടുത്തിട്ടൊന്ന് പുളി ഒന്ന് പിഴിഞ്ഞെടുത്താണേ. ആ ഒരു ജ്യൂസും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ച് നമുക്കതൊരു കറി വയ്ക്കുന്ന ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ചെറിയൊരു മാങ്ങയും, ഒരു തക്കാളി, 2-3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം. ഈ ഒരു മാങ്ങ ഒട്ടും തന്നെ പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ പുളി ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു മാങ്ങയുടെ ഒരു ഫ്ലേവർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഈ ഒരു മീൻ കറിയിലേക്ക്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് സ്റ്റൗവിലോട്ട് വെച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു കറിയൊക്കെ ഒന്ന് റെഡി വരുന്ന സമയത്ത് നമുക്കൊരു തോരനും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ബീട്രൂട്ടൊന്ന് തൊലി കളഞ്ഞൊന്ന് നന്നായിട്ടൊന്ന് കഴുകി ഇതുപോലൊന്ന് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതേ സെയിം ചോപ്പറിലേക്ക് തന്നെ 2 പച്ചമുളകും, ചെറിയൊരു സവാള എടുക്കുന്നുണ്ട്. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് അതും ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് വെക്കാം. അപ്പോൾ ആ മീൻ കറിയും ഇതിനിടയ്ക്ക് തന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മീനൊന്നും ഒട്ടും തന്നെ പൊടിഞ്ഞൊന്നും പോകില്ല, ആ ഒരു മാങ്ങയ്ക്കൊന്ന് കുക്കായി വരണം, അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല മണവും നല്ല രുചിയൊക്കെയുള്ളൊരു മീൻ കറിയാണ്. നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈലൊരു മീൻ കറിയാണ് കേട്ടോ, തേങ്ങ അരച്ചിട്ട് വെക്കുന്നത്. അപ്പോൾ ആ ഒരു തോരന് വേണ്ടിയിട്ടാണ് ഒരു 1/2 കപ്പോളം തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് അതും ഒന്ന് ചോപ്പ് ചെയ്തിട്ട് മാറ്റിയേക്കാം. ഈ ഒരു മൺചട്ടിയാണ് വെച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടൊക്കെ ചേർത്ത് ഒന്ന് വഴിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി ഞാൻ അതവിടെ ഒരു കോവയ്ക്ക വെച്ചിട്ട് ഒരു മെഴുക്ക് പുരട്ടിയും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആ ഒരു വെളിച്ചെണ്ണയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്കയും ചെറിയൊരു സവാളയും കൂടെയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴിച്ച് ഇത് ആ കളർക്ക് നന്നായിട്ടൊന്ന് മാറി ഇതുപോലൊന്ന് വേവിച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കെടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അത്ര നല്ലതാവില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി ഇതുപോലൊന്ന് കുക്കാക്കി ഇട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഫിഷ് ഫ്രൈ ആണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അത് ആ ഒരു പാനിലേക്ക് ആവശ്യം പോലെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റും മണമൊക്കെ നന്നായിട്ട് കിട്ടുന്നത്. എന്നിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുന്നതിന് ശേഷം നമുക്ക് ആ നേരത്തെ മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മീൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൊണ്ട് ചേർത്തെടുക്കുന്നുണ്ട്. എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫിഷൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 2 സൈഡ് നല്ലോണം ഒന്ന് മൊരിച്ചിട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീനാണ് കേട്ടോ. കുറുവരിച്ചോറാണ് എന്ന് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കുറുവരിച്ചോറും ആ ഒരു ഫിഷ് ഫ്രൈയും, പിന്നെ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും, ബീട്രൂട്ട് തോരനും, പിന്നെ ഒരു മീൻകറി നെത്തോലി വെച്ചിട്ടുള്ളൊരു കറിയാണ്. ഈ ഒരു റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.